മാങ്ങയുടെ സീസണായിട്ട് മാമ്പഴ പുളിശ്ശേരി ഇല്ലാണ്ട് എങ്ങനെയല്ലേ? അപ്പോൾ എനിക്ക് കിട്ടിയ ഉള്ള മാങ്ങ വെച്ചിട്ട് എൻ്റെ അറിവിൽ കുഞ്ഞു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാട്ടോ. അതിന് ഞാൻ 4 മാമ്പഴത്തിന്റെ തൊലി കളഞ്ഞിട്ട് അതിൽ കുറച്ച് വെള്ളം ഉപ്പും ഇട്ടിട്ട് ഒരു 3-4 തല തിളക്കണ വരെ ഞാൻ അടച്ചു വെച്ചു കേട്ടോ. പിന്നീട് ഞാൻ അതിലേക്ക് കുറച്ച് ശർക്കരപ്പാവ് ഒഴിച്ചു വെച്ചിട്ടോ. ശർക്കര ചുരണ്ടി ഇടാം. ഞാൻ ശർക്കര പാവാക്കിയിട്ട് ഒഴിക്കുക ചെയ്തു കേട്ടോ. അതിന് ശേഷം അതൊന്ന് വറ്റി വന്നപ്പോൾ ഞാൻ തേങ്ങ, തൈര്, കട്ട തൈരാണെങ്കിൽ ഒന്നും കൂടി നല്ലതാവും കേട്ടോ, മുളക് പൊടി, മഞ്ഞപ്പൊടി എല്ലാം കൂടി ഇതുപോലെ ഒന്ന് അരച്ച് സെറ്റാക്കി എടുത്തു കേട്ടോ. ഇതിൽ കുറെ ഇഞ്ചിയും വെളുത്തുള്ളി ഉള്ളി ഒന്നും ഇട്ടിട്ട് നാശാക്കാതെ തന്നെ പച്ചക്ക് അരച്ചെടുത്താണ് കേട്ടോ. ഇനി ഈ ഒരു അരപ്പ് നമ്മൾ ഈ വറ്റി വന്ന മാമ്പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക വേണ്ടത് കേട്ടോ. നല്ല കട്ടി ആയതുകൊണ്ട് തന്നെ സ്വല്പം വെള്ളം ചേർത്ത് ഞാൻ അതിനെ ഒന്ന് പാകപ്പെടുത്തി എടുത്തു കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഞാൻ നല്ല പോലെ തിളപ്പിച്ചെടുത്ത് അതൊന്ന് മാറ്റി വെച്ചു കേട്ടോ. മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് ഉരുവും കടുകും വറ്റൽ മുളകും കൂടി പൊട്ടിച്ചിട്ടോ. പൊട്ടിച്ചതിന് ശേഷം അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് കുറച്ച് വേപ്പിന്റെ ഇല മേലെ വെതറി കൊടുത്തിട്ടോ. നല്ല അടിപൊളി, എന്താ പറയുക, കോവിലകം ടേസ്റ്റ് എന്ന് തന്നെ പറയണം. കാരണം വേറെ ഒന്നും ഇതിൽ ആഡ് ആക്കിയിട്ടില്ല. നല്ല ടേസ്റ്റിൽ നല്ല മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ഉള്ള മാങ്ങ കൊണ്ട് ഞാൻ ഒപ്പിച്ചെടുത്ത കുഞ്ഞു മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ. ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടെ കൂട്ടിക്കോളൂ. അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ. ബൈ.